വെൽക്കം ടു സാൻസ് കിച്ചൺ. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ട്യൂട്ടി ഫ്രൂട്ടിയാണ്. അത് വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഷോപ്പിലൊന്നും എപ്പോഴും കിട്ടണമെന്നില്ല. എന്നാൽ നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് നമുക്ക് വേണ്ടത് ഒരു പപ്പായ വേണം, ഗ്രീൻ. അത് നമുക്ക് ഇതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് സീഡും കളഞ്ഞ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാണ് ഞാൻ പപ്പായ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കടായിൽ ഞാൻ വാട്ടർ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ബോയിലാവണം, ഫുള്ള് കുക്കാവണ്ട. നിങ്ങളെടുക്കുന്ന പപ്പായയുടെ സൈസ് അനുസരിച്ച് വേണം വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് ബോയിലാവുന്നുണ്ട്. ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കണം ഇതിൽ നിന്ന്. ഇപ്പോൾ ഏതാണ്ട് ഞാൻ പപ്പായ കംപ്ലീറ്റ് അതിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായിലോട്ട് ഒരു 2 കപ്പ് ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട്. അതിന് ആവശ്യത്തിനനുസരിച്ചുള്ള വാട്ടറും കൂടെ ആഡ് ചെയ്യണം. ഇനി ഈ ഷുഗർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം. അതിനുശേഷം നേരത്തെ ഹാഫ് കുക്കായി വെച്ചിരിക്കുന്ന പപ്പായ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാണ്ട് ഷുഗറെല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പപ്പായ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 to 15 മിനിറ്റ്സ് ആണ് ഇതിന് കുക്കിംഗ് ടൈം. ഇതിൽ ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ്ട് ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ 3 ബൗൾസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് 3 എണ്ണത്തിനകത്തോട്ട് നമുക്ക് ഈക്വലായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കളറ് സെപ്പറേറ്റ് കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3 എണ്ണം എടുത്തത്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്രീനും റെഡും യെല്ലോയും ആണ് ചെയ്യുന്നത്. ഇനി ഇതിലെല്ലാം കളർ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 6 hours വെച്ചേക്കണം. അത് ഈവനിങ്ങിലാണ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് എടുത്താൽ മതി. ഇതാണ് ഞാൻ കളറെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 6 hours കഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതാ 6 hours കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പോൾ എന്നാലും ചെറിയ ജ്യൂസി ഉണ്ട്. ഇനി ഇത് ഒരു ടിഷ്യൂ പേപ്പറിലോട്ടാക്കി അതിൻ്റെ ജ്യൂസ് എല്ലാം കളയണം. ഇപ്പം നന്നായിട്ട് ഞാൻ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം എന്താണ്ട് 3 കളറും വന്നില്ല. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എന്താണ്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി റെഡി ആയിരിക്കുകയാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈ ട്യൂട്ടി ഫ്രൂട്ടി തയ്യാറാക്കി എടുക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്